ഈ ഭൂമിയുടെ മറ്റേതോ കോണിലിരുന്ന് കുട്ടിയുടെ ജീവന് വേണ്ടി മറ്റാരോ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ആ പ്രാർത്ഥനയിലെ ആത്മാർത്ഥതയാണ് കുട്ടിയുടെ ജീവൻ തിരിച്ചു പിടിച്ചതിൻ്റെ യഥാർത്ഥ കാരണം. ആരാണ് അങ്ങനെ ഒരാള്? ഈശ്വര, നേരം വെളുത്തിരിക്കുന്നു. കുട്ടി ആപത്തിനെ അതിജീവിച്ചിരിക്കുന്നു. കുട്ടിയെ എഴുന്നേൽപ്പിച്ചോളൂ. ഗദ, എനിക്ക് അകം നിറയുന്ന ഭക്തി തന്നെയാണ് എല്ലാ വേദനകൾക്കും പരിഹാരം. കുട്ടി അത് ഒരിക്കൽ കൂടി ഭംഗിയായി തെളിയിച്ചു. ജാതകപ്രകാരം ദശാസന്ധിയിൽ വരുന്ന ദോഷങ്ങൾ ഇനി ഉണ്ടാവില്ല. സത്യമാണോ തിരുമേനി? സത്യം. ഇനി ഒരിക്കലും കുട്ടിക്ക് ആ ഒരു പേടി വേണ്ട. മോളെ, ഈ സ്ഥാനത്തിരിക്കുന്ന നീ ആയതുകൊണ്ട് മാത്രം അമ്മ വിശ്വസിച്ചിരുന്നു. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ? പറഞ്ഞതുപോലെ ഞാൻ കാത്തു നിൽക്കുകയും ചെയ്തില്ലേ. നമ്മളെ ആരും വേർപിരിക്കില്ല. ഇല്ല മക്കളെ, നിങ്ങളെ ആർക്കും വേർപിരിക്കാനാവില്ല. ഒരിക്കലും പറ്റില്ല. നിങ്ങളെ നാഗദേവതകൾ കൂട്ടിച്ചേർത്തതാ. ഒരു കാര്യം സത്യമാണ് കുട്ടി. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ ആയിരുന്നു കഴിഞ്ഞ കുറേ സമയങ്ങളിലായി കുട്ടിയുടെ യാത്ര. പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തിയത് സത്യമാണ്. പക്ഷേ അത് മാത്രമല്ല ഈ ജീവൻ കാത്തു രക്ഷിക്കപ്പെട്ടതിന്റെ കാരണം. ഈ ഭൂമിയുടെ മറ്റേതോ കോണിലിരുന്ന് കുട്ടിയുടെ ജീവന് വേണ്ടി മറ്റാരോ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ആ പ്രാർത്ഥനയിലെ ആത്മാർത്ഥതയാണ് കുട്ടിയുടെ ജീവൻ തിരിച്ചു പിടിച്ചതിന്റെ യഥാർത്ഥ കാരണം. ആരാണ് അങ്ങനെ ഒരാള്? അങ്ങനെ ഒരാളുണ്ട് തിരുമേനി. ആളെ കുറച്ച് ദൂരെയാ. എന്തായാലും ആ ആളിനെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണുക. നാം അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ. ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥതയുണ്ടാവില്ല. നമ്മുടെ നന്മ മാത്രമേ അവർ ലക്ഷ്യം വെക്കൂ. ഇനിയും ചില പൂജകൾ കൂടി ശേഷിക്കുന്നുണ്ട്. അതിൽ കൂടി പങ്കെടുത്തിട്ട് പോയാൽ മതി. അങ്ങനെ ചെയ്യാൻ തിരുമേനി. എന്റെ കുട്ടിക്ക് ഇനി ഒരു ആപത്തില്ലാന്ന് ബോധ്യമാവുന്നത് വരെ ഞങ്ങൾ ഈ നടയിൽ തന്നെ ഉണ്ടാവും. എന്നാ നടക്കട്ടെ, ഞാനിതാ വരുന്നു. മോളെ, എല്ലാ പൂജയും ചെയ്തിട്ട് പോവാൻ നമുക്ക്. വെറുതെ മനസ്സിലൊരു ഭയം ബാക്കി നിൽക്കണ്ടല്ലോ. സത്യത്തില് ചിലരുടെ ഉള്ളിലെ പേടി പോവാതിരിക്കുന്നത് അമ്മേ നല്ലത്. പേടി പോയാലേ
വല്ലാതങ്ങ് അഹങ്കരിക്കും. അമ്മ, ഞാനൊന്ന് വണ്ടി വരെ പോയിട്ട് വരാം. മോളിക്കുട്ടി പറയുന്നൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അവക്ക് എല്ലാവരോടും നല്ല സ്നേഹമാണ്. അതിങ്ങനെ വഴക്കിട്ടും പിണങ്ങിയൊക്കെ പ്രകടിപ്പിക്കും. അത്രേ ഉള്ളൂ. പാവോ. എല്ലാ പൂജകളും ചെയ്യണം. തിരുമേനി ഇങ്ങോട്ട് പറയുന്നതല്ലാതെ അങ്ങോട്ട് ചോദിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോട് ചെയ്തിട്ടേ നമ്മൾ പോവൂ. എന്റെ മോളിന് പേടിച്ചുറങ്ങാതിരിക്കാൻ പാടില്ല. മക്കള് വലുതായി വരുമ്പോ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ താല്പര്യം അവർക്കൊരു നല്ല ജീവിത പങ്കാളിയെ കിട്ടുക എന്നുള്ളതാ. നവീന ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ തന്നെ നവീന കിട്ടി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആവാറായി. ഇതിനിടയ്ക്ക് നിങ്ങൾ ഇണങ്ങിയിട്ടുമുണ്ട്, പിണങ്ങിയിട്ടുമുണ്ട്. പക്ഷേ നിങ്ങൾ ഇതുവരെ ഒരു ജീവിതം ആരംഭിച്ചിട്ടില്ല. ഇണക്കവും പിണക്കവും ഒക്കെ ഏത് വിവാഹബന്ധത്തിലും ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ കാര്യത്തില് അത് കുറച്ച് കൂടുതലായിപ്പോയി. രണ്ടുപേരും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ അമ്മ ഒരു കാര്യം പറയാം. ഇപ്പൊ ഗാഥമോളുടെ പെരുമാറ്റം എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാ. ആ സന്തോഷം എന്റെ മോന്റെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം. ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്കൊരു ഉറപ്പ് തരാൻ പറ്റില്ലേ? ഗാഥ, തന്നോട് അമ്മ ചോദിച്ചേ, അതിന്റെ മറുപടി എന്താന്ന് പറ. ഇപ്പൊ എൻ്റെ അടുത്ത് നിൽക്കുന്ന, എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഈ ഗാഥ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഗാഥയ്ക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ല. ഒരാളെ വേദനിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ എന്നും എന്നോട് നിൽക്കാൻ പറ്റത്തില്ലേ? അയ്യോ മോളെ, മോളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ അമ്മ ഒന്നും പറഞ്ഞതല്ല. അമ്മയ്ക്ക് നിന്നോട് ഒരു വിഷമവും ഇല്ല. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴും ഇങ്ങോട്ട് വരാതെ നിന്നപ്പോഴും ഒക്കെ അമ്മ നിത്യേന നിനക്ക് വേണ്ടി 2 നേരം പ്രാർത്ഥിക്കുമായിരുന്നു. മോള് മനസ്സ് മാറി തിരിച്ചു വരണമെന്ന് തന്നെയാ അമ്മ ആഗ്രഹിച്ചിരുന്നത്. ഇവനോട് ചോദിച്ചു നോക്ക്. ഒരിക്കൽ പോലും നിനക്കൊരു കുറ്റമുണ്ടെന്ന് അമ്മ നവീനോട് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.